മേക്കപ്പ് ലുക്ക് കണ്ടാലോ? അപ്പോൾ ഇത് ചമയവിളക്കിൻ്റെ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ചേട്ടൻ്റെ മോൾക്ക് ചമയവിളക്കുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മേക്കപ്പ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഈ അങ്കിളാണ് മേക്കപ്പ് ചെയ്യുന്നത്. എനിക്കും ഈ അങ്കിളിൻ്റെ ചേട്ടനായിരുന്നു എനിക്ക് ചമയവിളക്ക് നടത്തിയിരുന്നപ്പോൾ മേക്കപ്പ് ചെയ്തത്. അപ്പോൾ ആ അങ്കിള് 2 മാല കൊണ്ടുവരും. അപ്പോൾ ഈ 2 മാല ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഒരു മുത്തുമാല, പിന്നെ ഒന്ന് തിളക്കുതാലി. അങ്ങനത്തെ 2 ഐറ്റം മാല ഈ അങ്കിള് കൊണ്ടുവരും കേട്ടോ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ മുഖത്ത് അടിക്കുക എന്ന് വെച്ചാൽ പൂശുക, മുഖത്ത് നല്ലപോലെ പുട്ടി അടിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നല്ലപോലെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്തോ വെള്ളം നനച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ. അതാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരും. പിന്നെ അതുപോലെ തന്നെ ഒരു റെഡ് കളർ എന്താണെന്ന് എനിക്കറിയില്ല, അതിങ്ങനെ കവിളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കവിൾ നല്ല ചുവന്ന് തുടുത്തിരിക്കണ്ടേ, അതിന് വേണ്ടി ആങ്കിള് ഈ കവിൾ 2 ഭാഗത്തും താടിയിലും നെറ്റിയിലും ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ എൻ്റെ ചമയവിളക്കൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അതൊക്കെ നല്ല മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലുതായി ഇതിനൊന്നും പറ്റത്തില്ലല്ലോ. ചെറുതിലിങ്ങനെ കുഞ്ഞായിരുന്നപ്പോഴല്ലേ ഇതുപോലെ പറ്റുള്ളൂ. അപ്പോൾ ഇത് അവളെ ലാസ്റ്റ് ഉള്ളതാണ്. താലപ്പൊലി എടുത്ത് നിർത്തണയാണ്. അങ്ങനെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ അമ്പലത്തിലെ ഒരു നേർച്ച പോലെയാണ്. ഇങ്ങനെ താലപ്പൊലി, കുഞ്ഞു പിള്ളേർ ഇങ്ങനെ താലപ്പൊലി 7 താലപ്പൊലി എടുക്കും. അപ്പോൾ അങ്ങനെ താലപ്പൊലി എടുത്ത് നിർത്തുമ്പോൾ ചമയവിളക്ക് എടുക്കുക, അങ്ങനെ ഒരു ആചാരമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരുങ്ങുന്നതാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അങ്ങനെയല്ല കേട്ടോ. ഈ ചമയവിളക്ക് എന്ന് പറയുന്നത് വേറെ വലിയവരൊക്കെ എടുക്കുന്ന അങ്ങനെയും ചില സ്ഥലങ്ങളിലുണ്ട്. ഇത് അതല്ല കേട്ടോ. ഇത് കുഞ്ഞു പിള്ളേർ ഇങ്ങനെ താലപ്പൊലി എടുത്ത് നിർത്തുന്ന കുഞ്ഞു പെൺപിള്ളേരില്ലേ, അപ്പോൾ ആ കൊച്ചുങ്ങൾ ഇങ്ങനെ താലപ്പൊലി എടുത്ത് നിർത്തുന്ന ഒരു ആചാരമാണ് ഈ ചമയവിളക്ക് നമ്മുടെ നാട്ടിൽ കേട്ടോ. അങ്ങനെ അവൾക്ക് ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. കരി വരച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആൾ എന്തോ ഉറക്കം വരുവാണോ എന്താണെന്നറിയില്ല, അവൾ ഡള്ളായിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. അത്രയ്ക്കും ഋതുവിൻ്റെ കൂടെ ചാടി മറിഞ്ഞ് ഒട്ടും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി ഏകദേശം ഇതൊക്കെ കഴിയാൻ വേണ്ടി ഉത്സവം ഇതൊക്കെ കഴിയാൻ വേണ്ടി ഏകദേശം 1 മണി അടുപ്പിച്ചാവും രാത്രി. അപ്പോൾ അതുവരെ അവൾ ഉറങ്ങാതിരിക്കുമോ എനിക്കറിയില്ല. അവൾ ഒരു ഡൾ മൂടി ഇരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മേക്കപ്പ് ചെയ്യണതിൻ്റെ ഇതായിരിക്കാം, എക്സ്പ്രഷൻ ആയിരിക്കാം, എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ആ അങ്കിളിങ്ങനെ കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. കവിളിലൊക്കെ കുത്തും, ഇങ്ങനെ കണ്ണിൽ. താലപ്പൊലിക്ക് ഞാനാണ് കേട്ടോ മേക്കപ്പ് ഒരുക്കി കൊടുത്തത്. അപ്പോൾ ഈ ചമയവിളക്ക് നമ്മളെ കൊണ്ടൊന്നും ഒരുക്കാൻ പറ്റത്തില്ല. അവരൊക്കെയാണ് ഇങ്ങനെ പൂവായിരുന്നാലും ഇങ്ങനെ മേക്കപ്പ് അവർ പ്രൊഫഷണലി ടച്ചുള്ളവർക്കൊക്കെ പറ്റുള്ളൂ. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ. നമ്മൾ പൗഡർ ഇടുക, ജസ്റ്റ് കരി വരയ്ക്കുക, ഇതൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ. അങ്ങനെ പുറത്തുനിന്ന് ആളെ വരുത്തിയാണ് ഇത് മേക്കപ്പ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ. പുറത്തുനിന്ന് വരുത്തിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഇങ്ങനെ കുത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീട്ടിൽ റിലേറ്റീവ്സ് ആയിരുന്നാലും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇരിക്കുക. അതിൻ്റെ ഇടയിൽ ഒട്ടും സമയമില്ലാത്ത സമയമായി. കാരണം ബിസി, എല്ലാവരും റിലേറ്റീവ്സിനോട് സംസാരിക്കണം, പിന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം, അങ്ങനെ എനിക്കൊരുങ്ങണം, അങ്ങനെ ഫുൾ ബിസിയാണ് കേട്ടോ. അടുത്ത് പിച്ചിപ്പൂ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓട്ടത്തിന് പിള്ളേരെയൊക്കെ ഒരുക്കൂലേ, അതുപോലെയാണ് ഈ പിച്ചിപ്പൂവെല്ലാം അവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കഴുത്തിൽ ഇങ്ങനെ കുറേ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ 2 കൈയിലും ഈ പിച്ചിപ്പൂ കെട്ടിക്കൊടുക്കും, പിന്നെ കാലിലും കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ചേട്ടനും കൂടെ ഹെൽപ്പിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് ഈ കിരീടമൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ നിങ്ങൾക്ക് ഔട്ട്ലുക്ക് കാണാം കേട്ടോ. അപ്പോൾ പൊന്നുവിൻ്റെ അടുത്ത് ചിരിക്കാൻ പറഞ്ഞിട്ട് അവൾ ചിരിക്കുന്നില്ല. ഭയങ്കര ഈ മേക്കപ്പൊക്കെ ഇട്ട് ഭയങ്കര ഞാൻ കളിയാക്കുന്നുണ്ട്, ഡി ചിരിച്ചാൽ എന്താ നിൻ്റെ ലിപ്സ്റ്റിക്ക് പോകുന്നതൊക്കെ കേട്ടോ. അവൾ ചിരിക്കുന്നില്ല, അവൾ അങ്ങനെ തന്നെ നിൽക്കുക. അങ്ങനെ ലാസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റാണ് കേട്ടോ ഈ കിരീടം വെച്ച് കൊടുക്കുന്നത്. ഈ കിരീടത്തിനൊക്കെ നല്ല വേദന എടുക്കും കേട്ടോ, ഈ സ്ലൈഡൊക്കെ കുത്തിയിട്ട്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിയല്ല 3 മണി ആയിട്ടുണ്ട് നമ്മൾ വീട്ടിലെത്താൻ വേണ്ടി. അതുവരെ ഇത് നമ്മളെ തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. ഈ കൊച്ചു പിള്ളേരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് ലാസ്റ്റ് ഒന്ന് നോക്കുകയാണ്. എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അവർ നമ്മൾ ഒരുക്കിയിട്ട് പോകും. അതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിൽ ഈ ചെണ്ടമേളത്തോടെ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഋതുവല്ല തെറ്റിപ്പോയി, പൊന്നുവിൻ്റെ ലാസ്റ്റത്തെ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.